അബ്രഹാലിംഗന്റെ കുട്ടിക്കാലത്ത് during the days of Abraham Lincoln, വളരെ ദരിദ്രമായ ഒരു പശ്ചാത്തലത്തിലാണ് അവൻ ജീവിച്ചത്. he was really left in the poor backdrop. അവന്റെ വീട്ടിൽ പച്ചക്കറി കൃഷി ഉണ്ടായിരുന്നു. There was a cultivation of crops. അത് ന്യൂ ഓർലിയൻസിലെ പച്ചക്കറി ചന്തയിൽ കൊണ്ടുപോയി വിറ്റാണ് ഉപജീവനം കഴിച്ചത്. That waiter should be collected to the market dealers, and thereby he had to win something. ഒരു ദിവസം പച്ചക്കറിയുമായി മാർക്കറ്റിലെത്തി. One day he was in the market with the vegetables. അവിടെ അടിമകളെ വിൽക്കാൻ നിർത്തിയിരിക്കുന്ന കാഴ്ച അവൻ കണ്ടു. Slaves were kept in order to sell. അവന്റെ ഹൃദയം വല്ലാതെ വേദനപ്പെട്ടു. He was overburdened. അവന്റെ കയ്യിലുള്ള പണം അവൻ എണ്ണി നോക്കി. And he counted the currency. ഒരു ചെറുപ്പക്കാരനായ അടിമയ്ക്ക് അവൻ വില പറഞ്ഞു. So he just offered the price for a young slave. അവന്റെ കയ്യിലുള്ള പണം കൊണ്ട് അടിമയെ വാങ്ങിച്ചു. He bought that young slave. അവനെ വാങ്ങിച്ചു പുറത്തു കൊണ്ടുവന്നിട്ട് he was brought out. അടിമയോട് എബ്രഹാലിംഗൻ പറഞ്ഞു, Abraham told that slave, സഹോദരാ നീ പോയിക്കൊണ്ട്, brother, you are free now. നിന്റെ വില ഞാൻ കൊടുത്തു കഴിഞ്ഞു. I paid your price. നിന്നെ ഇനി ആരും അടിമയാക്കത്തില്ല. No one shall enslave you again. ഞാൻ നിന്നെ സ്വതന്ത്രനാക്കിയിരിക്കും. I can set you free. ചീട്ട് അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. The lot was given to him. എന്നാൽ അടിമ എന്ത് ചെയ്തു? You know what the slave do? എബ്രഹാലിംഗന്റെ കാൽക്കൽ വീണു. He just prostrated at the feet of Abraham. യജമാനി അവിടുന്ന് അങ്ങനെ പറയരുത്. Oh Lord, do not say the same unto me. ഞാൻ ലോകത്തിൽ പോയി സ്വതന്ത്രനായി ജീവിക്കുന്നതിനേക്കാളും instead of going to the world leading a free life, അങ്ങേപ്പോലൊരു നല്ല യജമാന്റെ ദാസനായി ഞാൻ ജീവിച്ചുകൊള്ളാം. I want to remain a slave throughout the days of my life as a good master like you. എബ്രഹാലിംഗൻ വല്ലാത്ത വിഷമത്തിലായി. Abraham is a great turmoil. വീട്ടിൽ അടിമയെ കൊണ്ടുവന്ന് അപ്പൻ അടിക്കുമെന്ന് ഉറപ്പാണ്. He takes his threat of house, his father will smite him. അവൻ വ്യാകുലപ്പെട്ട മനസ്സോടെ അടിമയുമായി വീട്ടിലെത്തി. With a heavy heart he brought his slave to the home. അപ്പനോട് സംഭവിച്ചതെല്ലാം തുറന്നു പറഞ്ഞു. All the incident he narrated to the father. അപ്പൻ അടിമയെ വീട്ടിൽ സ്വീകരിച്ചു. Father accepted the slave to his house. സഹോദരങ്ങളെ പോലെ ഇവിടെ ജീവിച്ചു. Like his brethren, he led a life there. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാർ, My brothers and sisters listening to me, ഒരു കാലത്ത് പാപത്തിന് നമ്മൾ ദാസന്മാരെ, the time was when slaves to sin. ഇപ്പോൾ നമുക്ക് നീതിക്ക് ദാസന്മാരായി ജീവിക്കാം. Now we must become slaves to righteousness. വിശുദ്ധിക്ക് ദാസന്മാരായി നമുക്ക് We ജീവിക്കാം. must become slaves to holiness. ഓ ക്രിസ്തുവിന്റെ ദാസന്മാരായി നമുക്ക് ജീവിക്കാം. We must become servants unto Christ. ദൈവജനത്തെ അടിമപ്പെടുത്തുന്ന മറ്റൊരു ശക്തിയാകുന്നു There is another force which is enslaving the people of God, മരണത്തിന്റെ ഭീതി എന്ന് which is പറയുന്നത്. a fear of death. ലോകത്തുനിന്ന് മനുഷ്യൻ മരണഭീതിക്ക് അടിമകളായി ജീവിക്കുകയാണ് Today ചെയ്യുന്നത്. man is enslaved to the spirit, to the fear of death. ലോകത്തിൽ എത്രയോ കോടി മനുഷ്യൻ മരണഭീതിക്ക് അടിമകളായി ജീവിക്കുന്നു. Millions of people in the world are even victimized to the spirit of fear of death. കേരള സ്റ്റേറ്റ് ഫോറൻസിക് ലാബിന്റെ മുൻ ചെയർമാൻ The former chairman of Kerala State Forensic Labs, ഡോക്ടർ മുരളീകൃഷ്ണ, Dr. Murali Krishna, മരണത്തിനപ്പുറം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. he wrote a book Beyond Death. താൻ ആ പുസ്തകത്തിൽ ഇപ്രകാരം വാക്ക് പറഞ്ഞിരിക്കുന്നത് എന്നെ വല്ലാതെ സ്വാധീനിച്ചു. He wrote a statement that influenced me. മരണഭീതി എന്ന നിത്യശാപം നടുക്കത്തോടെ നിമിഷം തോറും അടക്കിപ്പിടിച്ച് ജീവിക്കുന്ന ഏക ജീവി മനുഷ്യൻ മാത്രമാണ്. Man is the only living being. Every moment he is controlled by the shivering spirit of the fear of death. എത്ര ശരിയാകുന്നു? Is it truly? മരണഭീതി എന്ന നിത്യശാപം നടുക്കത്തോടെ മനസ്സിനുള്ളിൽ നിമിഷം തോറും അടക്കിപ്പിടിച്ച് ജീവിക്കുന്ന ഏകജീവി മനുഷ്യൻ മാത്രമല്ലേ? The everlasting curse, that is the spirit of fear of death. Every moment man is with the shivering controlling himself in the same spirit. ലോകത്തിൽ എത്രയോ മനുഷ്യർ മരണഭീതിക്ക് അടിമ. Millions of people in the world are enslaved to the spirit, to the fear of death. രോഗശാന്തി വരപ്രാപ്തർ, രോഗശാന്തി വരപ്രാപ്തർ. Divine healing, that is a gift. എത്രയോ രോഗികളെ സൗഖ്യമാക്കിയിട്ടുള്ളവർ, Many sick people are healed. മെഗാ ക്രൂസൈഡുകൾ നടത്തിയിട്ടുള്ളവർ, Conducted mega crusades. ഒടുവിൽ അവർ രോഗികളായി തീരുമ്പോൾ Finally they become sick. നേരെ വൈദ്യശാസ്ത്രത്തിൽ അഭയം പ്രാപിക്കും. Straight up and asylum in medical science. വെന്റിലേറ്ററിന്റെ സഹായത്തിലൂടെയെങ്കിലും ജീവൻ നിലനിർത്തുവാൻ അവർ പ്രയാസപ്പെടും. They want to such in the life, at least with the help of the ventilator. എന്താ കാരണമെന്നറിയാമോ? You know the basic reason? ഉള്ളിൽ മരണഭയം കിടക്കും. Within the fear of death. ഫ്രാൻസിലെ ലൂയി 14 ചക്രവർത്തി ഉണ്ടായിരുന്നു. Louis the 14th, emperor in France. താൻ തികഞ്ഞ മരണഭയമുള്ളവനായിരുന്നു. He was a corrupt to the spirit of the fear of death. അതുകൊണ്ട് താൻ തന്നെ സാമ്രാജ്യത്തിൽ കൽപ്പന കൊടുത്തു. Therefore his kingdom he proclaimed, മരണമെന്നൊരു വാക്ക് ആരും ഉച്ചരിക്കരുതെന്നാ പറഞ്ഞിരുന്നു. nobody should pronounce the term death. പക്ഷെ ഭക്തന്മാർക്ക് മരണഭയമില്ല. The saints do not have the fear of death. വിശുദ്ധ പൗലോസ് എന്താണ് പറയുന്നത്? What does Saint Paul say? എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നതിൽ ലാഭം. To me, death is gain and live is Christ. ഭക്തനായ ഡി.എൽ. മൂഡി എന്ന് പറഞ്ഞിരിക്കുന്നു. D.L. Moody, what did he say? ഓ ഇതാണോ മരണം? No, is it death? ഇത് മരണമല്ല, It is not death. ഇതെന്റെ കിരീടധാരണമാണ്. It is my coronation. ഇതാ സ്വർഗം തുറക്കുന്നു, Heaven is open. കുന്നുകൾ മാറിപ്പോകുന്നു, Mountains are departed. താഴ്വരകൾ നീങ്ങിപ്പോകുന്നു, Valleys are departed. ദൂതന്മാരൻ എതിരേൽക്കുവാൻ കടന്നു വരുന്നു. Angels are coming to receive me. ആ ഭക്തൻ പ്രത്യാശയോടെ ദൈവരാജ്യത്തിലേക്ക് കടന്നു പോകും. Yes, and hopefully enter the kingdom of God. ഭക്തനായ നാരായണ വാമനത്തിലേക്ക് Narayana Vamanathilag, the holy man said, തന്റെ അന്ത്യത്തിൽ പ്രത്യാശയോടെ ഇങ്ങനെ പറഞ്ഞു, during his second, hopefully he said, യോർദാൻ ഞാൻ വിചാരിച്ചതുപോലെ പ്രയാസമുള്ള
പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. Jordan is not so difficult as we are afraid. എന്റെ പ്രിയൻ തന്റെ വലങ്കരം പിടിച്ചെന്നെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. My lover is holding my right hand and leading me marvelously. ഭക്തന്മാർക്ക് മരണത്തെ ഭയമില്ല. Saints do not fear death. എന്താണ് അതിന്റെ കാരണമെന്നറിയാമോ? You know the reason behind? നമ്മുടെ യേശു മരണത്തെ ജയിച്ചു. Oh, Jesus overcame death. ആകയാൽ നാമും മരണത്തെ ജയിച്ചിരിക്കുന്നു. Therefore, we too have overcome death. അത് വിശ്വസിക്കുന്ന മക്കൾ കരങ്ങളെ എടുത്തിട്ട് ഹല്ലേലൂയ പറഞ്ഞിട്ട്. Hallelujah. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, Beloved people of God, listening to me. ലോകത്തിൽ എത്രയോ മനുഷ്യർ മരണഭയത്തിന് അടിമകളായി ജീവിക്കും. Millions of people are under the spirit of fear of death in the world today. പാപത്തിന്റെ ശമ്പളമാണ് മരണമെന്ന് പറഞ്ഞിരിക്കുന്നത്. Say death is the wages of sin. പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ മരണഭയത്തിന് അടിമ തന്നെയാകുന്നു. A man who is leading a sinful life is entered the spirit of fear of death. തിരുവെടുത്ത് വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു. Word of God in clear terms expresses, പാപം ചെയ്യുന്ന ദേഹം മരിക്കുക തന്നെ the ചെയ്യും. soul that commits sin shall die. പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ മരണത്തിന് 3 ഭാഗങ്ങളുണ്ട്. The man who leads a sinful and dies, the death has got 3 angles. ഒന്ന് ആത്മികമായ മരണം, First is the spiritual death. 2 ശാരീരികമായ മരണം, Second is the physical death. 3 രണ്ടാം മരണം അഥവാ നിത്യമരണം. Thirdly, the second death, everlasting death. പാപത്തിൽ ജീവിക്കുന്നവൻ ആത്മികമായി മരിച്ചവൻ. The man who leads a sinful life is spiritually deceased. എന്താണ് ആത്മികമായി മരിക്കുക എന്ന് പറഞ്ഞാൽ? What's the meaning of spiritual death? അവൻ ജീവനായ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുകയാണ് He ചെയ്യുന്നത്. goes away from God, who is a living life. മനുഷ്യന്റെ ആത്മാവിന് ദൈവത്തിന്റെ ആത്മാവായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി. Man loses his fellowship with God. ആകയാൽ പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. Living God is not accepting the prayer of a sinner. അവനോട് ദൈവം സംസാരിക്കുന്നില്ല. God is not talking to him. തന്മൂല ആത്മാവിൽ മരിച്ചവനായിട്ട് അവൻ കാണപ്പെടുകയാണ് ചെയ്യുന്നത്. Therefore, he is reduced to a state in which he is deceased in the soul. ദൈവവുമായിട്ടുള്ള സംബന്ധം അവന് നഷ്ടപ്പെട്ടു പോകും. He loses the fellowship with God. ആകയാൽ അവൻ ആത്മാവിൽ മരിച്ചവനായി ജീവിക്കും. Therefore, a death takes place in his soul. രണ്ടാമത് ശാരീരിക മരണത്തിന് അവൻ അടിമയാണ്. Secondly, he is sensitive to physical death. എബ്രായർ 9:27 നമ്മൾ വായിക്കുന്നു. Hebrews chapter 9 verse 27. ഒരിക്കൽ മരണം ദൈവം മനുഷ്യർക്ക് നിയമിച്ചിട്ടുണ്ട്. It is appointed to man once to die. സഭാപ്രസംഗി 12:5 പോകുമ്പോൾ Ecclesiastes chapter 12 verse 5. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞിരിക്കുന്നു. Man goes back to his everlasting home. ഒരു പാപിയുടെ ശാശ്വത ഭവനം ഏതെന്നറിയാമോ? Which is everlasting abode of a sinner. അത് അഗ്നി നരകമായിരിക്കും. That is hellfire. അതാണ് രണ്ടാം മരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. This is called the second death. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, Fellow brothers and sisters, listening to me, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ as I introductorily mentioned, ശാസ്ത്രം എത്രമാത്രം പുരോഗതി പ്രാപിച്ചിട്ടും all those sciences progress to the core. മരണത്തെ കീഴ്പ്പെടുത്തുവാൻ ഇന്നുവരെ സാധിച്ചിട്ടില്ല. So far it fails to conquer death. 14ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന രസതന്ത്ര ശാസ്ത്രജ്ഞന്മാർ The chemical scientists during the 14th century, മരണത്തെ കീഴ്പ്പെടുത്തുവാൻ അവർ ഒരു ഫിലോസഫി സ്റ്റോൺ കണ്ടുപിടിക്കുവാൻ ശ്രമിച്ചു. they attempted to invent a philosopher's stone to conquer death. അവർ പരാജയപ്പെട്ടു പോവുകയാണ്. Alas, miserably they failed. ഇന്ന് അമേരിക്കയിൽ ധനാഢ്യരായ മനുഷ്യർ The rich people in America, അവിടെ മൃതശരീരങ്ങൾ അടക്കുവാൻ അവർ അനുവദിക്കാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. the dead bodies are not permitted to be buried, they are kept still. അവർ മരിക്കുമ്പോൾ അവിടെ ബന്ധുക്കളോട് പറഞ്ഞിട്ടുണ്ട്, At the time of death they would say to their relatives, ഐസ് ബാറിനകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ice bar they are caged. എന്താ കാരണം എന്നറിയാം? You know the reason? എന്തെങ്കിലും ഒരു മരിക്കുന്നവരെ ഉയർപ്പിക്കുവാനുള്ള ജീവിപ്പിക്കാനുള്ള മരുന്ന് കണ്ടുപിടിച്ചാൽ At least someday, some device, some medicine invented to quicken the deceased ones, അവർക്ക് വീണ്ടും ജീവിക്കണം. they can live again. പ്രിയപ്പെട്ട ദൈവമക്കളെ, Beloved people of God, പാപത്തിൽ ജീവിക്കുന്നവൻ ശരീരത്തിലും മരിക്കും. one who lives a sinful life is dying in the body. അടുത്തതായിട്ട് അവന് രണ്ടാം മരണമുണ്ട്. Further there is a second death to him. അതൊരു നിത്യമരണമായിരിക്കും. That will be an everlasting death. വെളിപ്പാട് 21:14 നമ്മൾ വായിക്കുന്നു. Revelation chapter 21 verse 14. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിട്ടു. Death and hellfire and cast into everlasting hellfire. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. This lake of fire is the second death. അത് നിത്യ നരകമാകുന്നു. That's everlasting hell. ഒരു പാപിയുടെ നിത്യത അവിടെയായിരിക്കും കഴിക്കുന്നത്. Yes, sinners spends eternity there. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടായിരിക്കും. Weeping and gnashing of teeth shall be there. അവിടെ കിടാത്ത തീയും ചാകാത്ത പുഴുവും ഉണ്ടായിരിക്കും. Unquenchable fire and thy worms shall be there. നരകത്തിൽ ഇരുട്ടിന്റെ ചെങ്ങലുകൾ ഉണ്ടായിരിക്കും. It is the chains of darkness will be in hell. തീയും ഗന്ധകവും ഉണ്ടായിരിക്കും. Fire and brimstone shall be there. അത് നിത്യമായ ദണ്ഡന സ്ഥലമായിരിക്കും. Everlasting place of torture. എത്രയോ മനുഷ്യ മരണഭീതിക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നു. Many people enslaved to the spirit of fear of death. എന്നാൽ ദൈവഭക്തന്മാർക്ക് മരണഭീതിയില്ല. Saints of God, there's no fear of death. എന്താണ് കാരണമെന്ന് പറഞ്ഞിരിക്കുന്നത്? You know the reason behind it. സദൃശവാക്യം 14:32 നമ്മൾ വായിക്കുന്നു. Proverbs 14 chapter 40 verse 38. നീതിമാനും മരണത്തിലും പ്രത്യാശയുണ്ട്. Righteous have hope in death. എന്താണ് കാരണം? You know the reason? യേശു പ്രകാരം പറഞ്ഞു, Jesus said, എന്നിൽ ജീവിക്കുന്നവൻ എന്നിൽ വിശ്വസിക്കുന്നവനും മരിച്ച
വിശ്വസിച്ചാലും ജീവിക്കും. He that believes in me, even if he dies, he will live. എബ്രായലേഖനം 2:14 വരുമ്പോൾ Hebrews 2:14. മരണാധികാരിയായ പിശാചിനെ Devil, the author of death, യേശു തന്റെ മരണത്താൽ നീക്കിക്കളഞ്ഞു. Jesus cancelled with his death. മരണത്തിന്റെ പാതാളത്തിന്റെ ശക്തിയെ തോൽപ്പിച്ചു. He destroyed the power of hell and death. മരണഭീതിയിൽ നമ്മെ വിടുവിക്കുകയുണ്ടായി. Delivered us from the spirit to the fear of death. മരണമേ നിന്റെ ജയം എവിടെ എന്ന് മരണത്തെ നോക്കി ചോദിച്ചു. Challenge death, oh death, where is the victory? ആകയാൽ ദൈവവൈതൽ ഒരിക്കലും മരിക്കുന്നില്ല. Therefore, child of God never dies. മറിച്ചൊരു ദൈവവൈതൽ എന്താണ് സംഭവിക്കുന്നത്? On the contrary, what happens to a child of God? അവൻ നിദ്ര പ്രാപിക്കുകയാണ് He ചെയ്യുന്നത്. is simply sleeping. ഒരു ദൈവവൈതൽ നിദ്ര പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. A child of God is simply sleeping. അതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നത്, Therefore, the Epistle to Thessalonians, നിദ്ര പ്രാപിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത്. he must not be ignorant of the people who are sleeping. അത് നമ്മൾ നിദ്ര പ്രാപിക്കുന്നതുകൊണ്ട് എന്താണ് നേട്ടം എന്ന് പറഞ്ഞിരിക്കുന്നത്? Why this is sleeping? What is the profit that we have? നമ്മൾ നിദ്ര വിട്ടുണരുന്ന ഒരു ദിവസം ഉണ്ടായിരിക്കും. Yesterday, we'll be awakening. നീയോ ദാനിയേലിനെ ദൈവം വിളിച്ചു പറയുന്നു, God says to Daniel, നീയോ ദാനിയേലേ, you Daniel, നീ വിശ്രമിക്കുവാനായി പോയിക്കൊള്ളുക. you got to take a rest. കാലാവസാനത്ത് നിന്റെ ഓഹരി പ്രാപിക്കുവാൻ നീ എഴുന്നേറ്റു. At the end of the time, you will come back to have your reward. ഭക്തന്റെ പ്രത്യാശ അതാണ്. What's the hope for the saint of God? ദാവീദ് എന്താണ് പറയുന്നത്? What does David say? ഞാൻ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. I will behold the face of righteousness. നിന്റെ രൂപം കണ്ട് തൃപ്തനായി തീരും. Whenever vacant, I'll see the face and be satisfied. പുതിയ നിയമസഭയെ നോക്കി വിശുദ്ധ പൗലോസ് എന്താണ് പറയുന്നത്? What does Saint Paul say? Look at the New Testament church. 1 കൊരിന്ത്യർ 15:51 വായിക്കുന്നു. 1 Corinthians chapter 15 verse 51. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. I'll tell you a mystery. നാം എല്ലാവരും നിദ്ര കൊള്ളത്തില്ല. We all shall not sleep. തിരുവെഴുത്തിൽ ചോദ്യം ചോദിക്കുന്നു. The word of God poses a question. ജീവിച്ചിരുന്നിട്ട് മരണം കാണാതെ ഇരുന്നിട്ടുള്ളവർ ആരുണ്ടെന്ന്? Who is there anyone who is not tasted death after being alive? ദൈവമക്കളെ നമുക്ക് വിളിച്ചു പറയാം. All the people of God, let's say, നമ്മളുണ്ടെന്ന് വിളിച്ചു പറയാം. we are. Let it be our answer. കാരണം എന്തെന്നറിയാമോ? You know the reason. തിരുവെഴുത്ത് പറയുന്നു, The word of God says, സഹോദരന്മാരെ, brethren, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. we all shall not die. എന്താണ് സംഭവിക്കുന്നത്? And what's going to take place? അന്ത്യകാലം ധ്വനിക്കോ? At the last time of God, ക്രിസ്തുവിൽ നിദ്ര കൊണ്ട വിശുദ്ധന്മാർ ഉയർക്കോ? the saints and Christ shall rise up. പിന്നെ ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും. Those who remain alive shall be transformed. ഒരുമിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. To God they will be caught up to heaven. അതാണ് നമ്മുടെ നിത്യമായ വാസസ്ഥലം. That's the eternal dwelling place. വെളിപ്പാട് 21:3 നമ്മൾ വായിക്കുന്നു. Revelation 21 verse 3. ആ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. Behold, the tabernacle of God is with man. അവൻ അവരോടുകൂടെ വസിക്കും. God is dwelling with them. അവനവർക്ക് ദൈവമായിരിക്കും. God shall be their God. അവർ അവന്റെ ജനമായിരിക്കും. They shall be his people. അവന്റെ ദാസന്മാർ അവന്റെ മുഖം കാണും. His servants shall behold the face of God. അവനവന്റെ കണ്ണുനീരെല്ലാം തുടച്ചു കളയോ. God shall wipe away all their tears. ഇനി കഷ്ടതയില്ല, No more sufferings. കണ്ണുനീരില്ല, No more tears. മുറവിളിയില്ല, No more wailing. യാതൊരു ശാപം No ഉണ്ടായിരിക്കത്തില്ല. curse at all. പ്രിയ സഹോദരി സഹോദരന്മാരെ, Hello, brothers and sisters. നമുക്ക് നമ്മുടെ കണ്ണുകളെ Let അടയ്ക്കാം. us close our eyes. പാപത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലെടുക്കാം. Let us attain deliverance from the captivity of sin. മരണഭയത്തിന്റെ അടിമത്തിൽ നമുക്ക് വിടുതലെടുക്കാം. And deliverance from the captivity of the fear of death. നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന പേടവാൻ There is a not to walk freely. അടിമത്തിന്റെ ചങ്ങലകളെ നമുക്ക് പൊട്ടിച്ചെറിയാം. Let us break out the fetters of slavery. ഒരുപക്ഷെ നീ ഒരു വിശ്വാസിയായിരിക്കും, Perhaps you may be a believer, അല്ലെങ്കിൽ ഒരു അവിശ്വാസിയായിരിക്കും, or you may be an unbeliever, അല്ലെങ്കിൽ you അക്രൈസ്തവനായിരിക്കും. may be non-Christian. നീ ഏതെങ്കിലും പാപത്തിന് അടിമയാണ്, Are you uncertain in sin? മരണഭീതിക്ക് അടിമയാണ്. Are you uncertain of fear of death? പാപത്തെ ജയിച്ച യേശു നമ്മുടെ നടുവിലുണ്ട്. Jesus overcame death is moving in our midst. മരണഭീതിയെ പരാജയപ്പെടുത്തി യേശു നമ്മുടെ നടുവിലുണ്ട്. Jesus vanquished the fear of death is moving in our midst. മരണത്തെ ജയിച്ച യേശു നമ്മുടെ നടുവിലുണ്ട്. Jesus overcame death is moving in our midst. അവൻ അടിമത്തത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ചു കളയുന്നവനാണ്. He is breaking the fetters of slavery. സാത്താന്റെ കെട്ടുകളെ തകർക്കുവാനാണ് യേശു ലോകത്ത് He വന്നത്. is destroying the bindings of the devil. ദുഷ്ടന്റെ കയറുകളെ അവൻ അറുത്തു കളയുന്നവനാണ്. He is unstopping the ropes of the wicked. ആകയാൽ നീ ദൈവത്തിന് സല്ലിക്കുന്ന ജീവിതത്തെ സമർപ്പിച്ചാൽ Therefore commit your life to the presence of God. നിന്നെ അടിമപ്പെടുത്തുന്ന രോഗത്തിന്റെ ശക്തി The power of sickness that ensures you, രാത്രികാലം അഴിഞ്ഞു വീഴുവാൻ ഇടയായി തീരും. that is going to be cut off. നീ വിശ്വസിക്കുന്നുവെങ്കിൽ If you believe, യേശു നമ്മുടെ നടുവിൽ കടന്നു വന്നു. Jesus come to our midst. ആ യേശു നിന്നെ സ്വതന്ത്രനാക്കാൻ പോകുന്നു. Jesus is going to set you free. യേശു നിന്നെ വിടുവിക്കുവാൻ He is പോകുകയാണ്. going to deliver you. ആ കെട്ട് നിന്നെ സ്വതന്ത്രനാക്കുവാൻ പോകുന്നു. Binding is going to be cut off. ആ രോഗത്തിന്റെ കെട്ട് നിന്നെ വിട്ട് അടിഞ്ഞു മാറുവാൻ പോകുകയാണ് Binding sickness is going to be unstrapped. ഇന്ന് രാത്രി അത്ഭുത
അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന യേശുവിൽ നീ വിശ്വസിക്കണം. Tonight believe Jesus who is performing wonders. യേശു ഇന്ന് ജീവിക്കുന്നുണ്ട്. Jesus alive today. യേശു ഇന്ന് സൗഖ്യമാക്കും. Jesus healing today. എന്റെ സഭയിൽ കഴിഞ്ഞ ആഴ്ച നടന്നൊരു സംഭവം കൂടെ പറഞ്ഞുകൂടി അവസാനിപ്പിക്കട്ടെ. I would like to tell incident that took place in church last week and wind up the message. സഭയിൽ ഏകാഗിയായി ജീവിക്കുന്ന ഒരു സഹോദരിയുണ്ട്. There is a sister being alone. അവരുടെ ബന്ധുക്കളെല്ലാം അമേരിക്കയിലാണ്. Relatives are in the States. ഇവരും കുറെ കാലം അമേരിക്കയിലായിരുന്നു. For somewhere time that she was in the States. ധനാഢ്യയായ ഒരു സഹോദരി. She was a rich sister. ഒറ്റയ്ക്കൊരു ഭവനത്തിൽ താമസിക്കുന്നു. She is living a single life in the family. ഒരു വലിയ വീടും സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. All the circumstances conducive പക്ഷെ to തൊണ്ടയിൽ ക്യാൻസർ ബാധിച്ചു. cancer in the throat. ക്യാൻസർ അതികഠിനമായി തീർന്നു. Throat cancer hectic. ആരും സഹായിക്കുവാനില്ല. There is nobody to help. 4 പ്രാവശ്യം കീമോതെറാപ്പി എടുത്തു. 4 months she underwent chemotherapy. അമൃത ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് തുടരുകയാണ്. She underwent the treatment of the hospital. അസഹനീയമായ വേദന. Excruciating pain. ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലതെന്ന് അവർ നിശ്ചയിച്ചു. It is better to die. പലപ്പോഴും എന്നോട് മരണത്തെ കുറിച്ച് പറഞ്ഞു. On many occasions she spoke about death to me. അച്ഛാ ഞാനങ്ങ് മരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. Brother, pray for me to have death. എന്നാൽ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവം എന്തെന്നറിയാം? You know what happened last week? അമൃത ഹോസ്പിറ്റലിന്റെ സ്കാനിംഗ് മെഷീനിൽ അവർ കിടക്കുകയാണ്. She was in the scanning machine of hospital at Amrita. അവരെ പിടിച്ച് സ്കാനിംഗ് മെഷീനിൽ കിടത്തിയതാണ്. She was laid in the scanning machine. അതിവേദന കൊണ്ട് അവർ പിടയ്ക്കുകയാണ്. She was suffering from excruciating ആ pain. സ്കാനിംഗ് മെഷീനിൽ കിടന്നുകൊണ്ട് ആ സഹോദരി കരഞ്ഞു. In the scanning machine she wept. ദൈവത്തോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. She asked some questions unto God. കർത്താവേ ഞാൻ ജീവനുള്ള ദൈവത്തെയാണല്ലോ സേവിച്ചത്. Oh Lord, I'm serving the living God. ഞാൻ മരത്തെയും കല്ലിനെയും അല്ലല്ലോ സേവിച്ചത്. I do not worship wood or stone. ഞാൻ ജീവനുള്ള ദൈവത്തെ അല്ലയോ സ്നേഹിച്ചത്. I have been worshipping the true living God. എന്തിനീ കഠിനമായ രോഗം എനിക്ക് തന്നു Why കർത്താവേ? this hard sickness upon me, Lord? ഈ വേദന എനിക്ക് താങ്ങുവാൻ കഴിയുന്നില്ല കർത്താവേ. I'm not able to forbear this pain, Lord. വാവിട്ട് കരയുവാൻ തുടങ്ങി. She cried aloud. പെട്ടെന്നൊരു മയക്കം അവർക്കുണ്ടായി. Suddenly she was in a coma. സ്കാനിംഗ് മെഷീൻ കിടന്ന് കുലുങ്ങുന്നത് പോലെ അവർക്ക് അനുഭവപ്പെട്ടു. She felt the scanning machine was just shivering. പെട്ടെന്ന് തേജോമയനായ യേശു അവിടെ പ്രത്യക്ഷപ്പെട്ടു. Suddenly glory Jesus appeared to her. യേശു ആ സഹോദരിയോട് സംസാരിക്കുവാൻ തുടങ്ങി. Jesus started talking with her. മകളെ നിന്റെ വേദന നിനക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല. My daughter, are you not able to forbear your ഞാൻ pain? കാൽവരിയിൽ അനുഭവിച്ച വേദന നീ ഒന്ന് ഓർത്ത് നോക്കിയാട്ടെ. Remember the pain I experienced on Calvary. എങ്കിലും നിന്റെ ദുഃഖം ഞാൻ അറിയുന്നുണ്ട്. But still I know thy pain. ഞാൻ നിന്റെ പാപത്തിന് വേണ്ടി മാത്രമല്ല മരിച്ചത്. Not only did I die for your sin. നിന്റെ രോഗത്തിന് വേണ്ടി കൂടെ ആകുന്നു മരിച്ചത്. You for sicknesses I died. ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. I have healed you. പറഞ്ഞപ്പോൾ തലയിൽ നിന്ന് താഴോട്ട് ഒരു ശക്തി ഇറങ്ങിപ്പോന്ന പോലെ അവർക്ക് അനുഭവപ്പെട്ടു. Some power has started from the head to the bottom. അവിടെ ശരീരം മുഴുവൻ വിയർക്കുവാൻ തുടങ്ങി. Then the body started sweating. അല്പസമയം കഴിഞ്ഞപ്പോൾ After a short while, സ്കാനിംഗ് മെഷീൻ തന്നെ ഇറങ്ങി പുറത്തേക്ക് വന്നു. she came out of the scanning machine all by herself. മെഡിക്കൽ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. Waiting for the medical report. എന്നും ഡോക്ടേഴ്സ് അവിടെ റിപ്പോർട്ട് കൊടുക്കത്തില്ല. Doctors will not hand over to her. കൂടെ വരുന്നവരെ വിളിക്കത്തുള്ളൂ. The company person will be called. അമൃതയിലെ സീനിയർ ഡോക്ടേഴ്സ് അവരെ വിളിച്ചു. Senior doctor summoned. പേഷ്യന്റ് നേരിട്ട് വരാൻ പറഞ്ഞു. Patient, you straight away come. സർട്ടിഫിക്കറ്റ് കയ്യിൽ കൊടുത്തു. Certificate is handed over. നിങ്ങളുടെ ക്യാൻസർ രോഗം മാറിയിരിക്കുന്നു. Your cancer is healed of you. നിങ്ങൾ ഈ ആശുപത്രിയിൽ വരണ്ട. You do not come to the hospital anymore. നിങ്ങൾക്ക് സൗഖ്യമായിരിക്കുന്നു. You are healed. അവളെ ഡോക്ടറുടെ മുറിയിൽ നിന്ന് കരങ്ങളെ എടുത്ത് സ്വോത്രം ചെയ്യാൻ തുടങ്ങി. She started praising God, lifting the hand in the doctor's room. ഡോക്ടർമാർ അമ്പരന്ന് പോയി. Doctors are amazed. ഇന്ന് പൂർണ്ണ സൗഖ്യത്തോടെ സഹോദരി ജീവിച്ചിരിപ്പുണ്ട്. Today she is hale and hearty. എല്ലാ ആരാധനയ്ക്കും കടന്നു വരുന്നുണ്ട്. Oh, she is attending all the meetings. പൂർണ്ണാരോഗ്യത്തോടെ ജീവിക്കുന്നു. She is hale and hearty. അത് മാത്രമല്ല Moreover, അവിടെ കക്ഷത്തൊരു മുഴയുണ്ടായിരുന്നു. in armpit there was a growth. ഇതവരാരോടും പറഞ്ഞിരുന്നില്ല. She did not say to anybody. ഡോക്ടറോട് പോലും പറഞ്ഞിരുന്നില്ല. Did not even to the doctor. അവർ വീട്ടിൽ കടന്നു വന്നതിന് She ശേഷം reached home. അവർ വസ്ത്രം മാറി ആ മുഴ പരിശോധിച്ചു നോക്കി. She removed the garment, examined the growth. ശരീരത്തിൽ പാടുപോലും കാണുവാനില്ല. Not at all, even the scar in the body. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം. God is a God of wonders. ആ ദൈവം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. He has come to us right now. ഇന്ന് രാത്രി നീ അത് വിശ്വസിക്കുമെന്നുണ്ടെങ്കിൽ Tonight if you believe, നിന്നെ ബന്ധിക്കുന്ന രോഗത്തിന്റെ ശക്തി ഏത് തന്നെ what ആയിക്കൊള്ളട്ടെ, is the power of sickness that controls you? ഇന്ന് രാത്രി അവൻ നിന്നെ വിടുവിക്കുവാൻ പോകുകയാണ്. Today he is going to deliver you. ഇന്ന് രാത്രി അവൻ നിന്നെ സൗഖ്യമാക്കാൻ പോകുകയാണ്. Today he is going to heal you. വായ് തുറന്ന് നീ ദൈവത്തോട് നിലവിളിച്ചാട്ടെ. Open your mouth and cry unto God. ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ. Son of David, have mercy upon me. ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ. Son of David, have mercy upon me. ലജ്ജ കൂടാതെ നിലവിളിക്കുവീ. Oh, without any shame, cry, cry. നീ ആവശ്യബോധത്തോടെ നിലവിളിച്ചാട്ടെ. The sense need to cry. നിന്റെ നിലവിളി ശബ്ദം സ്വർഗത്തിലേക്ക് ചെല്ലുവാനിടയായി തീരട്ടെ. Let your cry reach heaven. ആ പരിശുദ്ധാത്മാവ് നിന്നെ തൊടട്ടെ. Holy Spirit, let it touch you. യേശുവിന്റെ കരം നിന്നെ തൊടുവാനിടയായി തീരട്ടെ. Let the hand of Jesus touch you. ദൈവാത്മാവിന്റെ സ്പർശനം നീ അനുഭവിക്കുവീൻ. Have the feeling of Jesus. ഇന്ന് രാത്രി വിടുതൽ പ്രാപിച്ച് മടങ്ങി പോകുവീൻ. Do not attend deliverance and go back. അത്ഭുതങ്ങൾ അടയാളങ്ങളാൽ സത്യസഭ വെളിപ്പെടുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങളാൽ സത്യസഭ